ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഓരോരുത്തരുടെ മേലും ദൈവത്തിനൊരു നിർണയമുണ്ട്. ഓരോ കുഞ്ഞുങ്ങളുടെ മേലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിക്കുന്നത്, വാഗ്ദത്തമുള്ളവനെ കൈയും കാലും കെട്ടി റെയിൽവേ ട്രാക്കിൽ തള്ളിയാലും അവനൊന്നും സംഭവിക്കത്തില്ല, അവൻ എഴുന്നേറ്റ് നടക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തമുള്ളവന് പ്രതികൂലം വരത്തില്ലെന്നല്ല, ആമേൻ, ആ പ്രതികൂലം അവനെ മൂടിക്കളയത്തില്ല. ജോസഫിൻ്റെ മേലൊരു വാഗ്ദാനമുണ്ട്. എന്നാൽ താൻ കടന്നുപോയ സാഹചര്യങ്ങൾ, താൻ അഭിമുഖീകരിച്ച പ്രതിസന്ധികൾ ഒരിക്കലും ആ വാഗ്ദാന പ്രകാരമുള്ളതായിരുന്നില്ല. ഇതാ ആമേൻ തന്നെ ഒരു അടിമയായി പൊത്തിഫറിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം കാരാഗ്രഹത്തിൽ ജയിൽ പുള്ളികളോട് കൂടെ താൻ കിടക്കുന്നു. ആമേൻ. താൻ ആയിരുന്ന ചുറ്റുപാട് ഒരിക്കലും ആമേൻ ഒരനുകൂലമായ ഒരു സാഹചര്യമായിരുന്നില്ല. എന്നാൽ വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, മുൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. വാഗ്ദാനമുള്ള ജോസഫെ, താങ്കൾ പൊട്ടക്കുഴിയിൽ കിടന്നെന്നുള്ളതും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് താങ്കളുടെ മേലൊരു വാഗ്ദത്തം വെളിപ്പെടാനുണ്ട്. തക്ക സമയത്ത് ദൈവം തന്നെ പുറത്തു കൊണ്ടുവന്നു.